ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സച്ചിയുടെയും രേവതിയുടെയും സ്വർണം അപഹരിക്കപ്പെട്ടത് ആരാണെന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, ആ വീടിന്റെ നെടുന്തൂണാണെന്ന് അഹങ്കരിച്ചിരുന്ന ചന്ദ്രമതിയും അവരുടെ പൊന്നോമന പുത്രനായ സുധിയും തന്നെയാണ് ആ കൃത്യം നിർവഹിച്ചതെന്ന് തെളിവുകൾ സഹിതം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെളിപ്പെട്ടു. ഒരു നാരങ്ങയുടെ രൂപത്തിൽ വന്ന നിമിത്തം ആ വലിയ ചതിയുടെ ചുരുളഴിച്ചു. സത്യമെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷം രവീന്ദ്രൻ ഒരിക്കലും തളർന്നു പോയില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കോപം ആളി കത്തുന്നുണ്ടായിരുന്നു. തന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇത്രയേറെ അപമാനം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായില്ല. സുധിയെ അദ്ദേഹം വെറുതെ വിട്ടില്ല. രോഷം അണപൊട്ടിയപ്പോൾ രവീന്ദ്രൻ ഒട്ടും തന്നെ സഹിക്കാതെ നിർത്താതെ സുധിയെ അടിച്ചു. എന്നാൽ അതിനേക്കാൾ മൂർച്ചയേറിയത് അദ്ദേഹം ചന്ദ്രമതിക്കെതിരേറ്റ് തൊടുത്തുവിട്ട വാക്കുകളായിരുന്നു. നീ എന്റെ കുടുംബത്തെ തന്നെ മാനം കെടുത്തിയില്ലേ എന്ന് രവീന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചന്ദ്രമതിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. രേവതിയുടെയും സച്ചിയുടെയും എന്തിന് ആ വീട്ടിലെ മറ്റുള്ളവരെല്ലാം മുന്നിൽ വെച്ച് തല കുനിച്ച് നിൽക്കേണ്ടി വന്ന ആ നിമിഷം ചന്ദ്രമതിക്ക് മരണതുല്യമായിരുന്നു. അപമാനഭാരത്താൽ സമനില തെറ്റിയ ചന്ദ്രമതി ആരുടെയും മുഖത്തു നോക്കാൻ വയ്യാതെ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി. വാതിലടച്ച് അകത്ത് നിന്നങ്ങ് കുറ്റിയിട്ടു. പുറത്ത് രവീന്ദ്രനാവട്ടെ ഇപ്പോഴും അടങ്ങാനാവാത്ത കലിയോടെ സോഫയിലിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് ആർക്കും തന്നെ ഒന്ന് അടുക്കാൻ പോലും ധൈര്യം വന്നില്ല. ചന്ദ്രമതി വാതിലടച്ചതോടെ തന്നെ വീട് മുഴുവൻ ഒരു ഭീതിയുടെ നിഴലിലായി. ശ്രീകാന്തും ശ്രുതിയും ശ്രുതിയൊക്കെ പരിഭ്രാന്തരായി. അകത്ത് അമ്മ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യുമോ? അതോ മറ്റെന്തെങ്കിലും അവിവേകം കാണിക്കുമോ? ശ്രുതിയുടെ ഉള്ളിൽ തീയായിരുന്നു. അവൾ ഓടിച്ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ചു. ആന്റി, വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ശ്രുതി മാത്രമല്ല, ശ്രീകാന്തും മാറി മാറി വിളിച്ചു. പക്ഷേ അകത്ത് നിന്ന് ഒരനക്കവും ഉണ്ടായില്ല. ഒരു നിശ്വാസം പോലും കേൾക്കാനില്ലാത്ത ആ നിശബ്ദത അവരുടെ ഭയം വർദ്ധിപ്പിച്ചു. ഇതെല്ലാം കണ്ട് സച്ചിയും രേവതിയും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. വർഷയാണെങ്കിൽ ഈ നാടകീയ രംഗങ്ങളെല്ലാം തന്നെ ഒരു കാഴ്ചക്കാരിയെ പോലെ വീക്ഷിച്ചുകൊണ്ട് നിന്നു. അവളുടെ മുഖത്ത് വലിയ ഭാവഭേദങ്ങളൊന്നുമില്ലായിരുന്നു. ശ്രീകാന്ത് ഒടുവിൽ ധൈര്യം സംഭരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛനൊന്ന് പോയിട്ട് അമ്മയെ വിളിക്ക്. അച്ഛൻ വിളിച്ച അമ്മ തീർച്ചയായിട്ടും വാതിൽ തുറക്കും. പക്ഷേ രവീന്ദ്രന്റെ പ്രതികരണം അപ്പോഴും രൂക്ഷമായിരുന്നു. ഒരു തീക്കനൽ നോട്ടം കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ഓടിച്ചു. പിന്നീട് സുധിയും അച്ഛന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, അമ്മയൊന്ന് വിളിക്ക്. സുധി അങ്ങനെയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും രവീന്ദ്രൻ അവനെ തട്ടിമാറ്റി. താൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം സുധിക്ക് അപ്പോഴും മനസ്സിലായിരുന്നില്ല. പക്ഷേ അച്ഛന്റെ പ്രതികരണം അവനെ ഞെട്ടിച്ചു കളഞ്ഞു. വർഷ ഈ ബഹളങ്ങൾക്കിടയിൽ തന്നെ ശ്രീകാന്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആന്റിക്ക് വിഷമിക്കുമ്പോൾ ആന്റി തന്നെ വന്ന് വാതിൽ തുറന്നോളൂ. ആന്റി തന്നെ പുറത്തേക്ക് വന്നോളൂ. ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു. എങ്കിലും വർഷ കൂസലില്ലാതെ തന്നെ നിന്നു. എന്നാൽ രംഗം കൂടുതൽ വഷളാവുന്നത് കണ്ടപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, അച്ഛനോടൊന്ന് പോയി പറയാമോ? അമ്മ വാതിൽ തുറക്കാതിരുന്ന എന്തെങ്കിലും അപകടം സംഭവിക്കില്ലേ? എന്നാൽ സച്ചിയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. രേവതി, ഇവർ പണ്ടേ ഇങ്ങനെയാണ്. സ്വന്തം തെറ്റുകൾ മറക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകമാണിത്. കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം മാറും. അപ്പോൾ താൻ എങ്ങ് ഇറങ്ങി വന്നോളൂ. എങ്കിലും രേവതിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മ വാതിൽ തുറക്കുന്നില്ല, അച്ഛനൊന്ന് വിളിച്ചാ. അപ്പോഴേക്കും രവീന്ദ്രൻ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നീ എൻ്റെ മകനാണ് സച്ചി. അവൾ ചെയ്ത പ്രവൃത്തി നീയും കണ്ടതല്ലേ? ഇത്രയും നാണംകെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും ഞാൻ പോയിട്ട് അവളുടെ കാല് പിടിക്കണമെന്നാണോ നീ ഈ പറയുന്നത്? അഭിമാനം എന്ന് പറയുന്നത് എനിക്കുമില്ലേ? സച്ചി അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ മക്കൾ ക്ഷമിക്കണമെന്നാണ് പ്രമാണം. രവീന്ദ്രന്റെ മനസ്സിൽ എന്നാലും മാറ്റമൊന്നും ഉണ്ടായില്ല. ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട എന്ന് തീർത്തും പറഞ്ഞുകൊണ്ടതിന് രവീന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. ഒറ്റവാക്കിൽ എല്ലാവരും നിശബ്ദരായി. രാത്രി ഏറെ വൈകിട്ടും സച്ചിയും രേവതിയും തങ്ങളുടെ മുറിയിൽ ആലോചനയിലായിരുന്നു. സാധാരണ സച്ചിയേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കാറുള്ളതാണ്. ഇതിപ്പോ എന്തു പറ്റി? രേവതി ചോദിച്ചു. ഇത് സാധാരണ പ്രശ്നമല്ലല്ലോ രേവതി. അമ്മ ചെയ്തത് കൊടും ചതിയാണ്. അച്ഛന്റെ അഭിമാനത്തെയാണ് അമ്മ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ വീട്ടുകാരെയും അപമാനിച്ചു. അതാണ് അച്ഛന് സഹിക്കാൻ കഴിഞ്ഞത്, സച്ചി വിശദീകരിച്ചു. പക്ഷേ നേരം വെളുക്കുന്നതിന് മുൻപ് ചന്ദ്രമതി പുറത്തിറങ്ങിയേ പറ്റൂ എന്ന് രേവതിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന് ഒരേ ഒരു വഴിയെ അവൾ കണ്ടുള്ളൂ. അച്ഛൻ വിളിച്ചാ വരില്ല, അമ്മ വിളിച്ചാൽ സത്യങ്ങളെല്ലാം തന്നെ പറയേണ്ടി വരും. അത് അച്ഛമ്മക്ക് താങ്ങാനാവില്ല. പിന്നെ ഒരാൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ, ബാമാൻറ്റി. രേവതി ഉടനെ തന്നെ ബാമാൻറ്റിയെ ഫോണിൽ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. നേരം പുലർന്നു. സൂര്യപ്രകാശം വീടിന്റെ ജനലിലൂടെ അകത്തേക്ക് വന്നുവെങ്കിലും ആ വീടിന്റെ അകത്തളം ഇരുണ്ടതു തന്നെയായിരുന്നു. ചന്ദ്രമതിയുടെ വാതിൽ ഇപ്പോഴും അടഞ്ഞു തന്നെ. ശ്രുതിയും സുധിയും ഉറക്കമുണർന്ന് വീണ്ടും വാതിലിന്റെ മുന്നിലേക്കെത്തി. മുട്ടി വിളിക്കാൻ തുടങ്ങി. അമ്മേ, വാതിൽ തുറക്കുകയെന്ന അവരുടെ വിളി കേട്ട് സച്ചി പരിഹസിച്ചു. അഹഹ, നന്നായിട്ട് റെസ്റ്റും കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയതാണോ? ഇത് കേട്ട് സുധിക്ക് ദേഷ്യം വന്നു. എടാ, നീ കാരണമാണ് ഇതെല്ലാം തന്നെ ഉണ്ടായത്. നിന്റെ ആ നാരങ്ങയും കണ്ടുപിടുത്തമാണ് അമ്മയെ ഈ അവസ്ഥയിലാക്കിയത്, അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. അന്നേരം സച്ചി വിട്ടുകൊടുത്തില്ല. എടാ, മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റതും പോരാ, ഇപ്പൊ സ്വയം ന്യായീകരിക്കുന്നോ? അന്നേ നിന്റെ കൈ അങ്ങ് തല്ലി ഒടിക്കേണ്ടതായിരുന്നു.
എന്റെ അച്ഛനും അച്ഛമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണമാണിത്, അല്ലാതെ നിന്നെപ്പോലെ കട്ടുമോഷ്ടിച്ചൊന്നുണ്ടാക്കിയതല്ല. വാക്കേറ്റം മൂത്തപ്പോൾ സുധി സച്ചിയെ അധിക്ഷേപിച്ചു. സച്ചി തിരിച്ചും. ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നിയപ്പോൾ ശ്രീകാന്ത് ഓടി വന്ന് പിടിച്ചു മാറ്റി. ആദ്യം അമ്മയെ പുറത്തിറക്കാൻ നോക്ക്, അല്ലാതെ ഇവിടെ കിടന്ന് അടികൂടിയിട്ട് കാര്യമൊന്നുമില്ല. ശ്രീകാന്ത് ചോദിച്ചു. ഇവനൊന്നും ഒരു വിഷമവുമില്ലല്ലോ. അമ്മ ചത്താലും ഇവന് പ്രശ്നമില്ല. ശ്രുതിയും സുധിയും ചേർന്നിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഇത്ര നേരമായി വിളിക്കുന്നു, ഇവൻ എന്ത് ചെയ്തു എന്ന് ശ്രുതി ചോദിച്ചതോടുകൂടെ തന്നെ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങി വന്നത് ബാമാൻഡി ആയിരുന്നു. രേവതിയുടെ ബുദ്ധി അവിടെ പ്രവർത്തിച്ചു. കണ്ടോ ശ്രുതി, നീ ചോദിച്ചില്ലേ സച്ചിയേട്ടൻ എന്ത് ചെയ്തു എന്ന്? അമ്മയെ ആര് വിളിച്ചാലാണ് വാതിൽ തുറക്കുക എന്ന് സച്ചിയേട്ടന് നന്നായിട്ടറിയാം. അതാണ് ബാമാൻഡിയെ വിളിച്ചത്. രേവതി മറുപടി നൽകി. ബാമ കാര്യങ്ങൾ തിരക്കി. സച്ചി എല്ലാ കാര്യങ്ങളും ബാമാൻഡിയോട് പറഞ്ഞു കൊടുത്തു. രവീന്ദ്രന്റെ മുന്നിൽ വെച്ച് ബാമ ചോദിച്ചു. രവിയേട്ടാ, ചന്ദ്രമതി തെറ്റ് ചെയ്തു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവൾ ഒരു അമ്മയല്ലേ, മകന് വേണ്ടിയിട്ട് ചെയ്തതല്ലേ, ഇതൊന്ന് ക്ഷമിച്ചൂടെ? പക്ഷേ രവീന്ദ്രൻ അയഞ്ഞില്ല. ഇനി ഒരിക്കലും ഞാൻ അവളോട് മിണ്ടില്ല ബാമേ, രവീന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ബാമ തന്നെ മുൻകൈയെടുത്ത് ചന്ദ്രമതിയുടെ വാതിലിന് മുന്നിലെത്തി. ചന്ദ്രേ, നീ വാതിൽ തുറക്ക്, കുട്ടികളെപ്പോലെ വാശി കാണിക്കാതെ, ബാമ സ്നേഹത്തോടെ വിളിച്ചു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. സുധിയും ശ്രീകാന്തും ചേർന്ന് വാതിൽ പൊളിക്കാൻ തുനിഞ്ഞു എങ്കിലും ബാമ തടഞ്ഞു. ചന്ദ്രേ, നീ പുറത്തേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ബാമ തന്ത്രപൂർവ്വം വാതിൽ തട്ടി. ചന്ദ്രമതി പതുക്കെ വാതിൽ തുറന്ന് ബാമയകത്തേക്ക് വലിച്ചു കയറ്റി. വീണ്ടും വാതിലങ്ങ് ലോക്ക് ചെയ്തു. പുറത്തു നിന്നവർക്ക് ആശ്വാസമായി. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വർഷ വീണ്ടും ഉറങ്ങാൻ പോവാൻ തുനിഞ്ഞപ്പോൾ ശ്രീകാന്ത് തടഞ്ഞു. അകത്ത് ബാമാൻഡി ചന്ദ്രമതിയെ ഉപദേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചന്ദ്രമതി പുറത്തിറങ്ങാനൊന്നും കൂട്ടാക്കിയില്ല. ഒടുവിൽ സഹിക്കെട്ട് ബാമാൻഡി പറഞ്ഞു. ശരി, എന്നാ നീ വരണ്ട, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാമാൻഡി എഴുന്നേറ്റു. വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയ ബാമ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് കൈനീട്ടി ചന്ദ്രമതിയെ കൈ കൊടുത്തതും ബാമ തന്റെ സർവ്വശക്തിയുമെടുത്ത് ചന്ദ്രമതിയെ വലിച്ചങ്ങ് പുറത്തേക്കിട്ടു. പ്രതീക്ഷിക്കാതെയുള്ള ബാമാൻഡിയുടെ നീക്കത്തിൽ ചന്ദ്രമതി മുറിക്ക് പുറത്തെത്തി. അന്നേരം ചന്ദ്രമതി രോഷം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. തന്നെ ബലമായി പിടിച്ചിറക്കിയതിന് ബാമയെ അവർ തുറിപ്പിച്ചു നോക്കി. സുധി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചന്ദ്രമതി അവനെ ശക്തിയായി തന്നെ തള്ളിമാറ്റി. ആ ദേഷ്യം മുഴുവൻ അവൾ പ്രകടിപ്പിച്ചത് ആ പാവത്തോടായിരുന്നു. ബാമാൻഡി ചന്ദ്രമതിയെ വലിച്ച് രവീന്ദ്രന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. രവിയേട്ടാ, കൊച്ചു കുട്ടികളെപ്പോലെ പെരുമാറാതെ ഇവൾക്ക് തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണം, ബാമാൻഡി പറഞ്ഞു. ഇതിനിടയിൽ തന്നെ സച്ചി സുധിയെ ചൂണ്ടി പറഞ്ഞു. ബാമാൻഡി, ഈ നിൽക്കുന്ന ഇവനാണ് യഥാർത്ഥ വില്ലൻ. ക്രിമിനലുകളെക്കാൾ വലിയ തെറ്റാണ് ഇവൻ ചെയ്തത്. ഇവന് കൂട്ടുനിന്നതാണ് അമ്മ ചെയ്ത തെറ്റ്. ഇത് കേട്ട ശ്രുതി സച്ചിയോട് തട്ടിക്കയറി. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നത്? പെട്ടെന്നാണ് രേവതിയുടെ മാസ് എൻട്രി. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് പെട്ടെന്നായിരിക്കും രേവതിയുടെ മാസ് എൻട്രി. ശ്രുതി, നിനക്ക് അബദ്ധം പറ്റിയെന്നല്ലേ പറഞ്ഞത്? എന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി അത് മുക്കുപണ്ടമാക്കി തിരികെ വെച്ചു. എന്നിട്ട് എന്റെ വീട്ടുകാരെ കള്ളന്മാരാക്കി. അതാണോ നിനക്ക് പറ്റിയ അബദ്ധം? ബിസിനസ്സിൽ പ്രശ്നമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ സ്വർണം നിനക്ക് തരുമായിരുന്നല്ലോ. ഇതിപ്പോ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ചേർന്ന് അപമാനിച്ചു. രേവതിയുടെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ സുധിയും ചന്ദ്രമതിയും ആകെ ഉത്തരം മുട്ടി നിന്നു. ബാമാൻഡി വീണ്ടും ഇടപെട്ടു. രവിയേട്ട, ചന്ദ്രയോട് മാപ്പ് ചോദിക്കാൻ ഞാൻ പറയാം. ഈ പ്രശ്നം ഇവിടെ തീർക്കണം, ബാമ ചന്ദ്രമതിയോട് പറഞ്ഞു. ചന്ദ്രെ, രവിയേട്ടന്റെ കാല് പിടിച്ച് നീ ഇപ്പൊ തന്നെ മാപ്പ് ചോദിക്ക്. എങ്കിൽ രവിയേട്ടൻ അവിശ്വസനീയമായൊരു മറുപടിയാണ് നൽകിയത്. ബാമ, ഇവൾ എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത്. ഇവൾ കാരണം എന്റെ വില പോയി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇവൾ ഒരു അമ്മയാണെന്ന നിലയിൽ മകനെ തിരുത്തുന്നതിന് പകരം അവന് കൂട്ടുനിന്നു. എന്നിട്ട് നിരപരാധിയായ ഒരു പെൺകുട്ടിയെ, എന്റെ രേവതിയെയും അവളുടെ വീട്ടുകാരെയെല്ലാവരും കള്ളന്മാരാക്കി ചിത്രീകരിച്ചു. അതുകൊണ്ട് ഇവൾക്ക് ഈ വീട്ടിൽ ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവൾ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല, ഈ നിൽക്കുന്ന രേവതി മോളോടാണ്. ആ വാക്ക് ഒരു ഇടിമുഴക്കം പോലെയാണ് ചന്ദ്രമതിയുടെ കാതിലങ്ങ് വീണത്. രേവതിയോട് മാപ്പ് ചോദിക്കാനോ? ചന്ദ്രമതിയുടെ കണ്ണുകളിൽ പകയും അപമാനവും ഇരിച്ചു കയറി. സച്ചി അച്ഛനെ പിന്തുണച്ചു. അച്ഛൻ പറഞ്ഞതാണ് ശരി, അമ്മ മാപ്പ് ചോദിക്കേണ്ടത് രേവതിയോട് തന്നെയാണ്. സുധിയും ശ്രുതിയും അതിനെ എതിർത്തു. അമ്മ ഇവളോട് മാപ്പ് ചോദിക്കാനോ? ഒരിക്കലുമില്ല. രവീന്ദ്രൻ പക്ഷേ ഉറച്ചു നിന്നു. ആര് തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കണം, തെറ്റ് തിരുത്തണം. ഇവൾ രേവതിയോട് മാപ്പ് ചോദിക്കാതെ ഞാൻ ഇവളോട് മിണ്ടില്ല. ഇനി ഒരു കുടുംബജീവിതം വേണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്ന് തീർത്തും പറയാണ് രവീന്ദ്രൻ. എല്ലാവരും ആകെ സ്തംഭിച്ചുപോയി. ആ സമയത്തിന് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അപമാനം നിറഞ്ഞ കണ്ണുകളോടെ രേവതിയെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും ചേർന്നിട്ട് രേവതിയോട് മാപ്പ് പറയാൻ തന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ചന്ദ്രമതി കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഒരു ക്രൂരമായി ചിരിച്ചുകൊണ്ട് രേവതിയുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.